2016 പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഓരോ വർഷവും LDF ഉന്നയിക്കുന്ന അവരുടെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത്. പൊതുവിദ്യാലയങ്ങളുടെ പുരോഗതി, പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് ആകുന്നത്, പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങളുടെ നേട്ടമായിട്ട് ഈ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾ പൂട്ടുന്നു എന്നുള്ളതാണ്. ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി പാർലമെന്റിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ഏതാണ്ട് 201 സർക്കാർ സ്കൂളുകൾ പൂട്ടി എന്നുള്ള വിവരം വരുന്നത്. കേരളത്തിൽ നിന്നുള്ള LDFന്റെ ഏക MP കെ രാധാകൃഷ്ണൻ അദ്ദേഹം സഭയിൽ ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്: രാജ്യത്താകെ സർക്കാർ സ്കൂളുകൾ പൂട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പൂട്ടുന്നുണ്ടെങ്കിൽ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ നൽകാമോ എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി രേഖാമൂലമുള്ള മറുപടി നൽകിയിരിക്കുന്നത്. അത് ഒരു പട്ടികയായിട്ട് നൽകിയിട്ടുണ്ട്. ആ പട്ടികയിൽ കേരളത്തിന്റെ കണക്കുകളും പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: 2019-20 കാലയളവിൽ സംസ്ഥാനത്ത് 5014 സർക്കാർ സ്കൂളുകളാണ് ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത വർഷം, അതായത് 2020-21 അത് 6 സ്കൂളുകൾ വർദ്ധിച്ച് 5020 ഉയരുന്നുണ്ട്. എന്നാൽ 2021-22 10 സ്കൂളുകൾ കുറയുന്നു. സ്കൂളുകളുടെ എണ്ണം 5010 ചുരുങ്ങുന്നു. പിന്നീട് ആണ് വലിയ രീതിയിലുള്ള ഒരു കുറവ് ഉണ്ടാകുന്നത്. 2022-23 കാലയളവിൽ 5010 നിന്നും 4811 സ്കൂളുകളുടെ എണ്ണം കുറയുന്നു. തൊട്ടടുത്ത വർഷം 2023-24 4811 നിന്നും 4801 കുറയുന്നു. അതായത് 2022 മുതൽ 2024 വരെയുള്ള 2 വർഷം കൊണ്ട് 201 സർക്കാർ സ്കൂളുകൾ കേരളത്തിൽ അടച്ചുപൂട്ടി എന്നാണ് പാർലമെന്റിൽ വിദ്യാഭ്യാസ സഹമന്ത്രി രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത്. കേരളത്തിൽ അത്തരത്തിൽ യാതൊരു കാര്യവുമില്ല, അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളൊന്നും തന്നെ അടച്ചുപൂട്ടുന്നില്ല എന്ന് നിരന്തരം LDF സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ നിരന്തരം ആവർത്തിക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു മറുപടി കേരളത്തിൽ നിന്നുള്ള ഒരു LDF MP തന്നെ നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ വ്യക്തത വരുത്തണമെന്ന് VT ബൽറാം ആവശ്യപ്പെടുന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇപ്രകാരമാണ്: ഈ 2 വർഷം കൊണ്ട് 201 സ്കൂളുകൾ പൂട്ടി എന്നത് തികച്ചും അവിശ്വസനീയമായ ഒരു കാര്യമാണ്. എങ്ങനെ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രിക്ക് ഇത്തരം ഒരു കാര്യം പാർലമെന്റിൽ പറയാൻ കഴിഞ്ഞു എന്ന ചോദ്യമാണ് VT ബൽറാം ഉന്നയിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം. എങ്ങനെ ഇത്രയും സ്കൂളുകൾ കുറഞ്ഞു? ഇത് എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം കൂടി ചേർത്താണ് 201 സ്കൂളുകൾ എന്ന ചോദ്യമാണ് VT ബൽറാം ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾ പൂട്ടുന്നത് സംബന്ധിച്ച് ചില വാർത്തകൾ വന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് ഉൾപ്പെടെ ഏതാണ്ട് 8ഓളം സ്കൂളുകൾ പൂട്ടി എന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. അത് ഈ സർക്കാരിനെ ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമാണ്. എന്നാൽ ആ വാർത്ത തള്ളിക്കൊണ്ടാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടി രംഗത്തെത്തിയത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണത്തിനും അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. 8 സ്കൂളുകൾ കണ്ണൂർ ജില്ലയിൽ പൂട്ടിയപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം സംസ്ഥാനത്ത് സ്കൂളുകൾ പൂട്ടുകയാണ്, സർക്കാർ സ്കൂളുകൾ പൂട്ടുകയാണ്, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള സ്കൂൾ പൂട്ടലുകൾ നടക്കുന്നുണ്ട് എന്ന വിമർശനം ഉന്നയിച്ചു. ആ വിഷയത്തിൽ പ്രതിരോധത്തിലായതോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ഒക്കെ തന്നെ ചെയ്തു. പിന്നീടുള്ള വിവരങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. എന്തായാലും ഇന്ന് ലോക്സഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയ ഈ മറുപടി, രേഖാമൂലം നൽകിയ മറുപടിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്.